ഇന്ന് ഞങ്ങൾക്ക് കുറച്ചധികം കപ്പ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതിനെ പൂളാന്നാണ് പറയുക. പക്ഷെ പൂളാന്ന് പറയുമ്പോൾ അതിന് വേറെ അർത്ഥങ്ങളുണ്ട് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇന്ന് കപ്പാന്ന് തന്നെ അങ്ങോട്ട് പറഞ്ഞു തുടങ്ങാം. പിന്നെ ഇടയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ പൂളാന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ ഒരു വാക്ക് അറിയാണ്ട് വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം കേട്ടോ. അങ്ങനെ അതാ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതമുണ്ട്. അപ്പോൾ കൂട്ടുകാർ നമ്മുടെ ഈ വീഡിയോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. രാവിലത്തെ ചായയും കടിയൊക്കെ കഴിക്കൽ കഴിഞ്ഞാൽ കുറച്ച് നേരം ഫോണുമ്മ കളിച്ചിരിക്കണ ഒരു പരിപാടി ഉണ്ട് കേട്ടോ. തലേ ദിവസം നമ്മളിട്ട വീഡിയോ എത്രണ്ടൊക്കെ റീച്ച് ഉണ്ട്, അല്ലെങ്കിൽ ആരൊക്കെ എന്തൊക്കെ കമൻറ്റ് കിട്ടണമെന്നൊക്കെ നമുക്ക് നോക്കി കാണണ്ടേ. അങ്ങനെ കുറച്ച് നേരം ഫോൺ കളിച്ചിരിക്കുന്ന സമയത്താണ് കേട്ടോ രാവിലെ പൂളക്കാരൻ വന്നത്, കപ്പക്കാരൻ വന്നത്. അങ്ങനെ ഞാൻ പോയിട്ട് 5 കിലോ 100 രൂപയായിരുന്നു കപ്പയ്ക്ക് വില. അങ്ങനെ 5 കിലോ കപ്പയൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പം കടയിൽ 35 രൂപ കേട്ടോ 1 കിലോന് വില. അപ്പം ഞാൻ ഒന്നും നോക്കിയില്ല, 5 കിലോ 100 രൂപയ്ക്ക് കിട്ടുക പറഞ്ഞാൽ എത്ര ലാഭമല്ലേ. അങ്ങനെ എവിടെ ലാഭം കണ്ടാലും ഞാനിങ്ങനെ ചാടി വീഴും കേട്ടോ. കപ്പ വാങ്ങിയിട്ടും ഈ ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ടും ഏകദേശം 1.5 മാസമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. വീഡിയോ ഇടാൻ ഒത്തിരി വൈകിയെന്ന് മാത്രം. അങ്ങനെ 5 കിലോ വാങ്ങാൻ കാരണം നമുക്ക് കുറച്ച് കൊണ്ടാട്ടമൊക്കെ ഉണ്ടാക്കി വെക്കാമല്ലോ എന്ന് വിചാരിച്ചു. മഴക്കാലൊക്കെയല്ലേ വരുന്നത്, കുട്ടികൾ സ്കൂളിട്ട് വരുമ്പോഴും അതേപോലെ നമുക്ക് ഒന്നുമില്ലാത്തപ്പോഴൊക്കെ ചായയുടെ കൂടെ ഇരുന്ന് കറുമുറ കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. എല്ലാവരും കപ്പേൻ്റെ കൊണ്ടാട്ടം എങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാനിത് ഈ ഒരു രീതിയിലാണ് ഉണ്ടാക്കണത്. ചിലർ പച്ചയ്ക്ക് തന്നെ കഷ്ണങ്ങളാക്കിയിട്ട് ഉണക്കി എടുത്ത് സൂക്ഷിക്കും. അത് ആവശ്യത്തിന് പൊടിച്ചിട്ട് അവർ പുട്ടൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് വേവിച്ചിട്ടാണ് കൊണ്ടാട്ടം ഉണ്ടാക്കണത്. അങ്ങനെ കപ്പ തൊലിയെല്ലാം കളഞ്ഞ് കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊരു 3-4 തവണ കഴുകിയെടുക്കണം. കഴുകിയെടുത്തതിന് ശേഷം അല്പം വെള്ളം, അതേപോലെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒരു 2 തിള തിളയ്ക്കുന്നത് വരെ വേവിച്ചെടുക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ കപ്പ നന്നായി വെന്തുടയാൻ പാടില്ല കേട്ടോ. വെന്തുടഞ്ഞാൽ കപ്പ വറുത്ത് കഴിക്കുന്ന സമയത്ത് ഭയങ്കര ബലമായിരിക്കും. അങ്ങനെ പ്രാവശ്യം ആദ്യമായിട്ടാണ് കപ്പ കൊണ്ടാട്ടം ഉണ്ടാക്കണത്. പയറ് കൊണ്ടാട്ടം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതിൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണാത്തവരൊക്കെ ഒന്ന് പോയി കാണുക. പിന്നെ ഒത്തിരി ടേസ്റ്റുള്ള സാധനമാണ് കേട്ടോ വെള്ളച്ചോറ് കൊണ്ടാട്ടം. അടിപൊളിയാണ്, അത് നല്ല ക്രിസ്പി ആയിരിക്കും, കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇപ്രാവശ്യം അതൊന്നും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ചക്ക വേവിച്ചിട്ട് ഉണക്കിയിട്ട് എടുത്തു വയ്ക്കും. നമുക്ക് ചക്ക കിട്ടാത്ത സീസണിലൊക്കെ അത് ഉപയോഗിച്ചിട്ട് കറി അതേപോലെ ഉപ്പേരിയൊക്കെ വെക്കാം കേട്ടോ. പിന്നെ മാങ്ങ കിട്ടിയ മാങ്ങ ഉണക്കി വെക്കും. ഒക്കെ നമുക്ക് ഈ ഒരു വേനൽക്കാലത്താണ് പറ്റുള്ളൂ. അതേപോലെ കൊണ്ടാട്ടമുളക് ഉണ്ടാക്കി വെക്കുക, കയപ്പയ്ക്ക കൊണ്ടാട്ടം ഉണ്ടാക്കുക, അങ്ങനെ ഒത്തിരി സാധനങ്ങൾ ഉണ്ടാക്കി വെക്കാറുണ്ട് കേട്ടോ. നമ്മുടെ മഴക്കാലത്തേക്ക് ഒരു കരുതൽ ആണെന്ന് മാത്രം. കപ്പ പാകത്തിന് വേവായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് നെയ്സായിട്ട് അരിഞ്ഞു കൊടുക്കാം കേട്ടോ. അപ്പോൾ നെയ്സായിട്ട് അരിയണം എന്തിനാന്ന് വെച്ചാൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടും ചെയ്യും. അതേപോലെ കൊണ്ടാട്ടം വറുത്ത് കഴിഞ്ഞാൽ ഭയങ്കര ക്രിസ്പി ആയിരിക്കും. ഞാനിത് ആ കൊണ്ടാട്ടം ഉണക്കാനായിട്ട് ന്യൂസ് പേപ്പറിലാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഒരു 4-5 ദിവസത്തിനുള്ളിൽ നമ്മുടെ കൊണ്ടാട്ടം ഇവിടെ റെഡിയായി കിട്ടും. അപ്പോൾ ആർക്ക് വേണമെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കൊണ്ടാട്ടമാണ്. അങ്ങനെ 4-5 ദിവസം കഴിഞ്ഞു, നമ്മുടെ കൊണ്ടാട്ടം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൊണ്ടാട്ടം മാക്സിമം നന്നായിട്ട് ഉണക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ പൂപ്പൽ വരാൻ സാധ്യതയുണ്ട്. അപ്പം നന്നായിട്ട് ഉണങ്ങിയ നോക്കാനുള്ളൊരു സൂത്രം എന്ന് പറഞ്ഞാൽ ഒരു കഷ്ണം എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പൊട്ടിച്ച് നോക്കിയാൽ പെട്ടെന്ന് പൊട്ടും ചെയ്യും. അതേപോലെ ടേന്നൊരു സൗണ്ടും കേൾക്കും. പിന്നെ കൊണ്ടാട്ടം ഉണ്ടാക്കുമ്പോഴേ ഒരുപാട് ഉണ്ടാവും കേട്ടോ. അത് ഉണങ്ങിക്കഴിഞ്ഞാൽ വളരെ കുറച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ കൊണ്ടാട്ടം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊരു കുപ്പിയിലാക്കിയിട്ട് എടുത്തു വയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ അത് നന്നായിട്ട് കഴുകിയിട്ട് വെള്ളമൊന്നും ഇല്ലാണ്ട് നല്ല തുടച്ച് വൃത്തിയാക്കിയൊരു കുപ്പിയിലാണ് ഇട്ട് വയ്ക്കുന്നത്. വെള്ളമായാൽ പൂക്കാൻ സാധ്യത ഉണ്ട്, അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. അങ്ങനെ ഞാൻ കൊണ്ടാട്ടം ഒന്ന് വറുത്ത് നോക്കിയതാണ്. അപ്പോൾ പിന്നെ ചായയും വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പം നമ്മുടെ പണ്ടുള്ളവരൊക്കെ ഇതൊക്കെ തന്നെയല്ലേ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടായിരുന്നില്ലേ. ഇപ്പോഴല്ലേ പലഹാരങ്ങളും അതേപോലെ സ്നാക്സും കാര്യങ്ങളൊക്കെ വന്നത്.